ഉടമ്പടി വിഷയങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഓർക്കേണ്ടതാണ്. അച്ഛനിലൂടെ ഈശോ സംസാരിച്ച വചനങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങളിന്ന് രാത്രി പോയി അത് കേട്ടിട്ടതിന് ശേഷം അതിൻ്റെ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ആ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം അതുപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവ തിരുസന്നിധിയിലുള്ള നിങ്ങളുടെ അനുഗ്രഹശേഷി, ബ്ലെസ്സിങ്സ്, അതായത് ദൈവ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം, ബ്ലെസ്സിങ്സ് സ്വീകരിക്കാനുള്ള ശേഷി വർദ്ധിക്കും. വലിയ ദൈവ വെളിപാടാണ് നമുക്ക് കിട്ടിയത്. അവസാനത്തെ വെളിപാട് ഇവിടെ വന്നതിന് ശേഷം ഈശോ തന്നതാണ്. ഇന്ന് ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിൽ ഞാൻ മുറിയിലായപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം. അതായത് മാർത്ത ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് പറഞ്ഞത് 11:22, കർത്താവേ, അങ്ങ് ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം അങ്ങേക്ക് നൽകും എന്നെനിക്കറിയാം. അതിൻ്റെ മറുപടി 15:7 നമ്മൾക്കും അതുപോലെ ഈശോനെ പോലെ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും കിട്ടാൻ കർത്താവിൻ്റെ വചനം അറിയുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ അതാണ് ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയണത്. ഉടമ്പടി നിങ്ങളെ കൃപയിൽ വളർത്തുകയും ദൈവത്തിൻ്റെ സ്വന്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടിയിൽ എന്ത് ചെയ്താലും അത് നിയമപരമായി കടപ്പെട്ടൊരു കാര്യം ചെയ്ത് മാറ്റുന്നതിനേക്കാൾ ഉപരി കർത്താവിനോടുള്ള വലിയ ആത്മബന്ധത്താൽ, ദൈവസ്നേഹത്താൽ ചെയ്യണമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിച്ചത്. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് നൽകിയ വെളിപാടിന് നന്ദി പറയുന്നു. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എന്നെ വളർത്തണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ കരുണയുടെ യോഗ്യതയാൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ഞങ്ങളുടെ മേൽ ഒഴുകണമേ. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള്, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള് എല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യൂട്യൂബിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കൃപ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, കരുണയുടെ മഹാകരുണയുടെ അഭിഷേക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. ശക്തമായി സ്തുതിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, ഒന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഉദരരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ഉദരരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് ഉദരരോഗിയുടെ കൈകളിൽ കർത്താവേ അങ്ങയുടെ വലത്തുകരം വെക്കണം. കർത്താവേ, ഉദരരോഗികൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കർത്താവേ, സഹിക്കാൻ പറ്റാത്ത വേദനകൾ കർത്താവ്, കുടൽ രോഗങ്ങൾ,
കുടലിലെ പുണ്ണുകൾ, രക്തസ്രാവങ്ങൾ, ഉദരാശ രോഗങ്ങൾ, മൂത്രാശയക്കല്ലുകൾ, മൂത്രമൊഴിക്കുമ്പോൾ വേദന, അലർജി, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ കിഡ്നികളെ സ്പർശിക്കണമേ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ, കരളിനെ സ്പർശിക്കണമേ, ഈശോ കരളിനെ സ്പർശി കർത്താവെ, ഈശോ വയറുവിരുക്കല് രോഗങ്ങൾ കർത്താവ് വരാൻ പോകുന്നതുമായ മുഴുവൻ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ, ഹൃദയ രോഗങ്ങളെ സ്പർശി കർത്താവെ, ഹൃദയ രോഗങ്ങളെ സ്പർശി കർത്താവ്, ഈശോ ഈശോ ഉദരത്തെ സ്പർശി കർത്താവെ, പതിരെ സ്പർശിക്കണം കർത്താവെ, പതിരെ സ്പർശി കർത്താവെ, ഈശോ ട്രാൻസ്ലേറ്റ് കർത്താവെ, ഈശോ തൈറോയിഡിനെ സ്പർശി കർത്താവെ, ഈശോ കടുത്ത തലവേദനകളെ ഈശോ സ്പർശി കർത്താവെ, ഉദര രോഗങ്ങൾ, വായു രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, തൊണ്ട രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, പിൻകഴുത്ത് രോഗങ്ങൾ, സ്പോണ്ടിലസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, നടു രോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഉദരാശ രോഗങ്ങൾ, അണ്ടാശയ രോഗങ്ങളെ സ്പർശിക്കണം കർത്താവ്, സിസ്റ്റുകളെ സ്പർശി കർത്താവ്, മുഴകളെ സ്പർശി കർത്താവ്, ക്രിയാനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോ അസ്ഥി രോഗം കർത്താവ്, രക്തത്തിൽ കൗണ്ട് കുറയുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, മക്കൾ ഇല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു, മക്കൾ ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വാദ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, വാദ രോഗികളെ സ്പർശിക്കുന്ന കർത്താവ്, ചൊറി ചിറങ്ങ കർത്താവ്, ദുഃഖ രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ രക്തത്താൽ ചൊക്കു രോഗികളെ കഴുകണമേ, അത്ഭുത രോഗശാന്തി നൽകണമേ, യേശു ക്രിസ്തു നാമത്തില് മാർഗ രോഗങ്ങള്, തിരവേദികള്, അവസ്വായ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പോലെ മക്കളില്ലാത്തവരെ, വിവാഹ തടസ്സമുള്ളവരെ, ഇനി പറയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. മക്കളില്ലാത്തവർ, വിവാഹ തടസ്സമുള്ളവരെ, സ്ഥലവും വീടും ഇല്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് പക്ഷേ വീട് ഇല്ലാത്തവർ, സ്ഥലവും വീടും വലിയ കടക്കണിയിലായി ഈട് വെച്ചിരിക്കണവരെ, അതിന് ജപ്തി നടപടി നേരിടാൻ സാധ്യതയുള്ളവര്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവര്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത്ര വരുമാനം ഇല്ലാത്തവര്, ശമ്പളം കിട്ടാതെ 3-5 മാസം ശമ്പളം കുടുങ്ങിപ്പോയവര്, ഈ ആരാധന ഈ യൂട്യൂബിലൂടെ ഇപ്പോൾ അനേക രാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലുമൊക്കെ ജീവിക്കുന്ന നമ്മുടെ മക്കളാണ്. ഇപ്പോഴും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഉടമ്പടി എടുത്ത് മടങ്ങിയിരിക്കുന്നവരെ, അവർ ഉടമ്പടി ചെയ്തു പോയ എല്ലാ വിഷയങ്ങളുമേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയിൽ ഈ ആരാധനയിൽ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട. ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിത നിയോഗങ്ങൾ ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഞങ്ങൾ വെച്ച നിയോഗങ്ങൾ, ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിക്കഴിഞ്ഞ മക്കളുണ്ട്, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. അക്കാഡമി ബോർഡ് എക്സാം ആയാലും ശരി, അക്കാഡമിക് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം ആയാലും, പ്രൊഫഷണൽ സ്റ്റഡീസ് ആയാലും, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മെറിറ്റ് എക്സാമിനേഷൻസ്, അതിനുവേണ്ടി പഠിക്കുന്നവരും പങ്കെടുക്കുന്നവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളിപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുക. ടെക്നിക്കൽ പ്രോബ്ലംസ് വെച്ചാൽ എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കുടുങ്ങിപ്പോവുക, സർട്ടിഫിക്കറ്റുകൾ കിട്ടാണ്ടിരിക്കുക,
കൈമോശം വന്നു പോയത് കാണാണ്ടിരിക്കുക. പ്രമാണങ്ങളൊക്കെ കാണാതിരിക്കുന്നില്ലേ? സ്വർണ്ണ ഉൾപ്പെടെ പ്രമാണങ്ങളും പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതിരിക്കുന്നില്ലേ? അതിനോട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയാം. അമ്മ ഈശോനോട് പറയും, നമുക്കത് കിട്ടും. അതുപോലെ കാണാതിരിക്കുന്ന എന്തായാലും ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. വീട് വിട്ടുപോയിട്ടുള്ള ആൾക്കാരില്ലേ? ചിലപ്പോൾ കടം കയറി പ്രയാസപ്പെട്ട് പോയതാകാം. അവർ തിരിച്ചു വരണ്ടേ? അപ്പോൾ നിങ്ങൾ പറയും, തിരിച്ചു വന്നാൽ പിന്നെയും കടക്കാർ വീട് വളയും, ഭയങ്കര പ്രശ്നമായിരിക്കും. അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഈശോനോട് പറ. അപ്പോഴ് കടങ്ങൾ പരിഹരിക്കാനുള്ള മാർഗവും അതിൻ്റെ കൂടെ വരും. വഴക്കിട്ട് അകന്നു പോയവരില്ലേ? ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോയവർ പലപ്പോഴും നിസ്സാരമായ പിടിവാശി കൊണ്ട് ആവശ്യമില്ലാത്ത മൂഡൗട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാക്കി വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് മനസ്സ് മുറിഞ്ഞും അടുത്ത് പോയവരില്ലേ? അവരെല്ലാം തിരിച്ചു വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ പൊതു പോളിസി ദൈവത്തിനെ അടുപ്പിച്ച് ബന്ധിച്ചിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരണമെന്നുള്ളതാണ് പൊതുനയം. കർത്താവിൻ്റെ പൊതുനയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സതാ. പോയവരെല്ലാം തിരിച്ചു വരണം. അപ്പനും അമ്മയും ആയാലും അപ്പനെയും അമ്മയും നോക്കാൻ പറ്റണില്ലെങ്കിൽ അതിനുള്ള അവസ്ഥ തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അവർ എന്നും കൊന്നും നമ്മൾക്കൊന്ന് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ മുട്ടുമേ വീണ് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കണം. അത് അപ്പനും അമ്മേനെ നോക്കാൻ പറ്റണില്ല, കുഞ്ഞുങ്ങളുടെ രോഗം കാരണം ഒന്നിനും പറ്റണില്ല, അതിനുള്ള മാർഗം തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി പിടിച്ചു നിൽക്കാൻ പറയണില്ലേ? അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറയുമ്പോൾ അത് നിറവേറ്റാനുള്ള കൃപ ദൈവം തരുമെന്ന് അതിൽ അണ്ടർസ്റ്റുഡാണ്. അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, വീട്ടിൽ നിന്നിറങ്ങിപ്പോയ അമ്മമാർ, കടങ്കേറി മുടിഞ്ഞ് നാട് വിട്ടുപോയ സഹോദരങ്ങൾ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, കാണാതെ പോയ മക്കളുണ്ട് കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങൾ കർത്താവേ, ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ, ഉടമ്പടി പേപ്പർ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ട് കർത്താവായ ദൈവമേ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആധാർ പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവ്, എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. ഭരണ ഉടമ്പടികൾ നഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയവര്, കാണാതെ പോയവര്, കൈമോശം വന്നു പോയവര്, കിട്ടാ കടങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് മേരി പി ടി എന്നാണ്. എൻ്റെ സ്ഥലം എറണാകുളം മഞ്ഞുമ്മൽ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 15-നാണ്. അതിനു മുന്നേ 2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നെങ്കിലും
എനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് തോന്നി മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. 1 വർഷത്തിന് ശേഷം 4 തവണ ഞാൻ IELTS എഴുതുകയും 4 തവണയും ഞാൻ അതിന് 0.5 ഫെയിലാവും. അതുമാത്രമല്ല, ഓരോ തവണ IELTS എഴുതാൻ പോകുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ, ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് വരും. അങ്ങനെ എനിക്ക് IELTS എന്ന് കേൾക്കുമ്പോഴേ പേടിയായി, ഞാനാകെ ഡിപ്രഷനിലായി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് പറയണത്, ഇനി IELTS വേണ്ട, നമുക്ക് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നൊരു വിസയുണ്ട്, അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ 2025 ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അതിനുശേഷം മാർച്ച് 15 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം ഞാൻ 86% മാർക്കോടെ പാസ്സായി. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയി, കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഗോയിത്തെ എക്സാം എഴുതിയാൽ എനിക്ക് പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ ഗോയിത്തയിൽ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസം വരെ എല്ലാ സബ്ജക്റ്റിനും എനിക്ക് മുഴുവൻ മാർക്കാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടണത്. അപ്പം എൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ 100ൽ 150% ആണ്. അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പം എൻ്റെ വസ്ത്രത്തിനുള്ളിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ കയറണത്. പക്ഷെ കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായത്, അവിടെ ബ്ലാക്ക് കളറിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സും ബ്ലാക്ക് കളറാണ്, എൻ്റെ ഇയറിങ്സ് വാച്ച് എല്ലാം ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഇയറിങ്സ് വാച്ച് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് റിമൂവ് ചെയ്ത് ആ സമയത്ത് തന്നെ എനിക്ക് ആകെ എൻ്റെ ഫുൾ കോൺഫിഡൻസും പോയി. കാര്യം റെസ്ട്രിക്ഷനുള്ള സാധനം ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവർ എന്നെ കാണുന്നത് തന്നെ ആ ഒരു രീതിക്കായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. എന്നാലും അവർ ചെക്ക് ചെയ്തിട്ടും മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപമൊന്നും അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. പക്ഷേ ഹിയറിങ്ങും ലിസണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ കേൾക്കണമെന്നറിയില്ല, ഞാൻ എന്താ കാണണമെന്നറിയില്ല. ലോകത്തിലാദ്യമായിട്ട് ജർമ്മൻ എക്സാം കറക്കി കുത്തി എഴുതിയ ഒരാൾ ഞാനായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ എഴുതി. എനിക്ക് റൈറ്റിംഗ് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ സ്പീക്കിങ്ങിന് കയറിയപ്പോഴും അറ്റ്ലീസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും എനിക്കൊന്നും നന്നായി പറയാൻ പറ്റിയില്ല. എൻ്റെ ആ ടെൻഷൻ കൊണ്ട് ഞാൻ പറയണതെല്ലാം മാറിപ്പോയി. എൻ്റെ മനസ്സിലുണ്ട് എന്തൊക്കെ ഞാൻ പറയണമെന്നെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എൻ്റെ ടെൻഷൻ കൊണ്ട് അത് പുറത്തേക്ക് വരണില്ല. അതുപോലെ നമ്മൾ പാർട്ട്ണറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. പാർട്ട്ണർ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് തിരിച്ചതിൻ്റെ ആൻസർ അറിയാമെങ്കിലും എനിക്ക് പറയാൻ പറ്റണില്ല. അതുപോലെ എനിക്ക് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് വാക്കുകളൊക്കെ കിട്ടാതെ ഞാൻ ആകെ ടെൻഷനായി. എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ല. ഞാൻ ഉറപ്പിച്ച് ഈ എക്സാം എന്തായാലും ഞാൻ ഫെയിലാകും എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെന്നൈയിലാണ് എക്സാം എഴുതണത്. ചെന്നൈയിൽ നിന്ന് എൻ്റെ ഇവിടെ എറണാകുളം വരെ ഞാൻ ട്രെയിനിൽ കരഞ്ഞ് തളർന്ന ഞാൻ വന്നേ. ഞാൻ എവിടെ നിൽക്കണേന്നറിയില്ല, എനിക്ക് എന്താ ചെയ്യണ്ടേന്നറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോണേ, ഞാൻ എവിടെ നിന്നാണ് വന്നേ, ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാതെ കരയാൻ വിചാരിച്ച് കരച്ചിലും വന്നില്ല. അവസാനം ട്രെയിനിലെ ആളുകൾ നല്ല സന്തോഷമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഞാൻ മാത്രം കരഞ്ഞ് തളർന്ന് ഞാൻ അവിടെ നിന്ന് വരണേ. അങ്ങനെ ഞാൻ വന്നു. ഏപ്രിൽ 25 എൻ്റെ എക്സാം. മെയ് 8 എക്സാമിൻ്റെ റിസൾട്ട് വന്നു. പക്ഷെ അത് ഞാൻ അറിയണില്ല. എക്സാമിൻ്റെ റിസൾട്ട് വന്നോന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പള്ളിയിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിലൊക്കെ ഞാനിങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ ഓൾട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിൻ്റെ ജീവിതകാലത്ത് നീ പരാജയം കാണുകയില്ല എന്ന്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കണമെന്ന്. അപ്പോൾ എനിക്ക് അത് എക്സാം പാസ്സാകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഉടമ്പടിക്ക് പോലും വേണ്ടാത്തൊരാളായി പോയോ ഞാൻ. അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ആരോ പറഞ്ഞ പോലെ ഞാൻ മെയിലിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് 76% മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, എനിക്ക് എന്തിനാണോ സ്പീക്കിംഗ് ടെസ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയത്
അതിനെനിക്ക് 25-ൽ 22% കിട്ടി. അപ്പം ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതം. മാതാവില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിൽ പോണത് സ്കൂട്ടറിലാണ്. അപ്പം ഞാൻ ഹൈവേ ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഞാനൊരു 80-ലൊക്കെ പോവും, നല്ല സ്പീഡിലങ്ങ് പോവും. ഇറങ്ങണത് ലേറ്റായിരിക്കും വീട്ടിൽ നിന്ന്. അപ്പോൾ എളുപ്പം എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിലങ്ങ് പോവും. ഞാനിങ്ങനെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3 ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഞാനത് കണക്കൂട്ടി കുറച്ച് നീങ്ങി തന്നെ പോണത്. പക്ഷേ ഇതിൽ ഒരാൾ മാത്രം പെട്ടെന്ന് എടുത്ത് ഫ്രണ്ടിലോട്ടങ്ങ് ചാടി. അപ്പം ഞാൻ ബ്രേക്ക് പിടിച്ചെങ്കിലും എനിക്ക് പിടിച്ച് നിർത്താൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് അത്രയും കൃപാസന മാതാവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ബ്രേക്ക് ഇട്ട് കിട്ടിയുമില്ല. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അയാളെ പിടിച്ച് വലിച്ചങ്ങ് മാറ്റി. അതുകൊണ്ട് അയാൾക്കൊന്നും മാത്രമല്ല ആർക്കും ഒരു അപകടം പറ്റാതെ അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. അതും കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറച്ചൊരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണു. ഭയങ്കര വലിയ കൊമ്പൊന്നുമല്ല, എന്നാലും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പരിക്കേൽക്കണ പോലത്തെ ഒരു കൊമ്പ്. അപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എൻ്റെ തലയിലാണ് വന്ന് വീണത്. എനിക്ക് കുറച്ച് വേദന എടുത്തെങ്കിലും ഭയങ്കര അത്ഭുതം എന്ന് പറയാം. വേറെ ഒന്നും ഒരു പോറൽ പോലും എനിക്ക് പറ്റിയില്ല. അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പ്രൈവറ്റ് റോഡിലേക്ക് കൂടിയാണ് ഞാൻ പോണത്. അപ്പോൾ അതിൽ ബസ്സൊന്നും വരാത്ത റോഡാണ്. അപ്പം നമുക്ക് കുറച്ച് എളുപ്പം എത്തുകയും ചെയ്യാം. അപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബസ് വന്നു. അപ്പം ഞാൻ സ്പീഡിലായതുകൊണ്ട് ഞാൻ ഒരടി ഞാൻ മുമ്പോട്ട് വെച്ചാൽ ആ ബസ്സിൻ്റെ ടയർ എൻ്റെ മേത്തൂടിയേ പോവുള്ളൂ. അപ്പോൾ അവിടെയും ശരിക്കും ഞാൻ മാതാവിനോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വേറെ ആരും എനിക്ക് ആ സമയത്ത് അത്രയും എനിക്ക് കൃപാസന മാതാവ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ എന്താ അത്ഭുതമെന്നറിയില്ല, അയാൾ കറക്റ്റ് സമയത്ത് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി. എനിക്കൊന്നും പറ്റാതെ, ഒരു പോറൽ പോലും പറ്റാതെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ മെയ് 17-നാണ് എൻ്റെ വിസക്കുള്ള ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഫോർവേഡ് ചെയ്യണത്. അപ്പോൾ അവർ 45 ഡേയ്സ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ വിസ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലിരിക്കണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ 2-ന് 45 ദിവസം തികയും. ഏതായാലും ഞാൻ ജൂൺ 22-ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയുണ്ടായി. പുതുക്കുമ്പോൾ ഞാൻ അതിനകത്ത് മാതാവിനോട് പ്രത്യേകം പറഞ്ഞു, മാതാവേ 45 ദിവസം തികയണതിന് മുന്നേ, അത് കഴിഞ്ഞു പോകരുത്, അത് കഴിയണതിന് മുന്നേ എൻ്റെ വിസ കിട്ടണം. എൻ്റെ വിസ കിട്ടുവാണെങ്കിൽ അത് ഞാൻ എൻ്റെ മാതാവിനോടായിരിക്കും ആദ്യം പറയണത്, അല്ലാതെ വേറെ ആരോടും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ലിവറിലൊരു ചെറിയ ഗ്രോത്ത്, അത് ക്യാൻസറാണോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം വളരെ വിഷമത്തിലൂടെ കടന്നു പോണ ഈ സമയമാണ്. ഇന്നലെ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ വിസ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തുറന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, റിജക്ഷൻ ആണെങ്കിൽ കണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത്ഭുതം എന്ന് വേണം പറയാൻ, 45 ദിവസം ഇന്നലെ തികഞ്ഞു, എനിക്ക് വിസ കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷം വരെ ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിശ്വസിക്കണം എന്താണെന്ന് വെച്ചാൽ മാതാവിൻ്റെ ഒരൊറ്റ അത്ഭുത പ്രവൃത്തി കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ആദ്യം നിന്ന് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞു പോയെങ്കിൽ മാതാവിൻ്റെ കൂടെ ഇല്ലയെന്ന് എളുപ്പം ഞാൻ വിചാരിച്ചു പോയാനെ. പക്ഷെ അത്ര വലിയ അത്ഭുതമാണ് നടന്നത്. പിന്നെ മാതാവിൻ്റെ ഉടമ്പടിയിലെടുത്തപ്പോൾ കിട്ടിയ തൈലവും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മമ്മിക്കും അനിയനും ഒക്കെ, അവന് കൈയും കാലൊക്കെ ചൊറിയണ ഒരു സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുമ്പോഴൊരു അസുഖമാണ്. അപ്പം അത് ഭയങ്കര കൂടി മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് കുറയാതിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തൈലമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ അലർജി മാറി, മമ്മിയുടെ കാലിൽ നീരൊക്കെ കുറയുകയൊക്കെ ചെയ്തു. പിന്നെ ഉടമ്പടി പേപ്പറാണെങ്കിലും എനിക്ക് എല്ലാവരോടും പറഞ്ഞങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ബാഗിലെടുത്ത് 2 എണ്ണമെങ്കിലൊക്കെ വെച്ചേക്കും. എന്നിട്ട് ഞാനിങ്ങനെ അത് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്നെക്കൊണ്ട് പറ്റണ പോലെ എൻ്റെ കൂടെ ഒരു പയ്യൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് ചിലപ്പോൾ ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഫുഡ് എടുക്കുമ്പോൾ എൻ്റെ ഫുഡ് എടുത്താലും ഇല്ലെങ്കിലും എക്സ്ട്രാ ഒരു ഇത് അവനും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും.
അങ്ങനെ അതുപോലെ വൃദ്ധസദനത്തിലാണെങ്കിലും എനിക്ക് എപ്പോഴും ഒന്നും പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഒന്നും അവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ വിശ്വസിക്കണം എന്താ വെച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയത്. കാര്യം ഇതിന് മുന്നേ ഞാൻ കാനഡക്ക് പോകാൻ നോക്കുമ്പോൾ പ്രഗ്നൻ്റായിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ 2023 എനിക്ക് ജർമ്മനിക്ക് പോകാൻ റെഡിയായപ്പോൾ എൻ്റെ അമ്മക്ക് ഗിർലൻ ബാരെ സിൻഡ്രോം വന്ന് അമ്മ ബെഡ് റിഡൻ ആയിപ്പോയി. അന്നും ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും എവിടെയും പോകാൻ പറ്റില്ല. പക്ഷേ അമ്മയും 1 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് റിക്കവർ ആവുകയും ചെയ്തു. എനിക്ക് ഇപ്പോൾ വിസയും വന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാൽ സംഭവിച്ചതാണ്. മാതാവിന് 1000 കോടി നന്ദി. പിന്നെ കുർബാന ഞാൻ ഉടമ്പടി എടുത്തതിന് മുമ്പ് വരെ എല്ലാ ഞായറാഴ്ച എന്തായാലും ഞാൻ പള്ളിയിൽ പോകും. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പോവാറില്ല. ഉടമ്പടി എടുത്ത അന്ന് മുതൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും പോകും. ആകെ ഞാൻ മുടങ്ങിയിട്ടുള്ളത് ദുഃഖവ്യാഴാഴ്ച. അന്നൊക്കെ നമുക്ക് അങ്ങനെ കുർബാനയായിട്ടൊന്നും ഇല്ലല്ലോ. ദുഃഖവെള്ളി ആ ദിവസങ്ങളിലൊക്കെ നമ്മളല്ലാതെ അന്ന് കുർബാനയില്ല, നമ്മളല്ലാതെ പള്ളിയിൽ പോകലല്ലേ ഉള്ളൂ. അപ്പം അതുമല്ലാതെ ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോഴൊക്കെ കുർബാന പകുതിയൊക്കെ ആയിപ്പോവും. എന്നാലും ഞാൻ എല്ലാ ദിവസവും പോകും. അപ്പം ഈ ദിവസങ്ങളിലാണെങ്കിൽ മമ്മിക്ക് വയ്യാതെ എനിക്ക് വീട്ടിൽ ഒത്തിരി സാധാരണ മമ്മിക്ക് 5 ആമക്കളാണ്. ഞങ്ങൾ 5 പെൺമക്കൾ മരുമക്കളാണെങ്കിലും സ്വന്തം മക്കളെ പോലെ തന്നെ മമ്മി കാണണേ. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പള്ളിയിലോട്ട് പോണത്. പള്ളിയിൽ ചെല്ലുമ്പോൾ കുർബാനയൊക്കെ കുറച്ചാകും. എന്നാലും ദൈവാനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഇപ്പം ഈ ഉടമ്പടിയിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം, ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് കഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. എന്തായാലും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണ ഏറ്റവും വലിയ പ്രാർത്ഥന, ഞാൻ ജർമ്മനി പോകുമ്പോഴും എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടാൻ പാകത്തിനൊരു പള്ളി കിട്ടണേ എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ കുമ്പസാരമാണെങ്കിലും ഞാനൊരു 2-3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ എൻ്റെ സമയക്കുറവ് കൊണ്ടും തിരക്കുകൊണ്ടും എനിക്ക് പറ്റാറില്ല. എന്നാലും ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാം ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം നന്നായി തന്നെ പോയിട്ടുണ്ട്. എനിക്കൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കുകയും ചെയ്യും. നമ്മളൊരു ഇത്തിരി ആത്മാർത്ഥത കാണിച്ചാൽ മതി, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. കാര്യം എൻ്റെ എക്സാം ഞാൻ അനുഭവിച്ചു പോകുന്നത് എനിക്ക് അറിയൂ. എൻ്റെ ഹസ്ബൻഡിനത് കറക്റ്റ് അറിയാം. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ആ ഹസ്ബൻഡിനെ പോലും കണ്ടിട്ട് ഒരു റെസ്പോണ്ട് ഇല്ലാതെയാണ് ഞാൻ നിന്നേച്ചത്. കാരണം ഞാൻ അത്ര പ്രിപ്പയർഡായിട്ട് പോയിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുക്കാൻ വന്ന ആൾ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയ ആളാണ് ഞാനോടത്ത് മാതാവിനെ അതിനൊക്കെ ശിക്ഷിക്കുമായിരിക്കുമെന്ന്. പക്ഷേ നമ്മുടെ മാതാവ് ശിക്ഷിക്കണ മാതാവൊന്നുമല്ല, നമ്മൾ രക്ഷിക്കണതാണ്. ഇതിനുള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഓരോ നിസ്സാര പ്രശ്നത്തിലൂടെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണയാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തോന്നി, ഉടമ്പടി എടുത്ത് ചെല്ലണ ആദ്യ ദിവസം തന്നെ എനിക്ക് ഓരോ പ്രശ്നങ്ങളായിരുന്നു. അപ്പം എൻ്റെ മനസ്സും സത്യത്തിൽ മടുത്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ എന്നെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു, അവരൊക്കെ കേട്ടിട്ടുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഉടമ്പടി ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങേണ്ടിയൊക്കെ വരും. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഉടമ്പടി മുടക്കണതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ടോ, പിന്നെ എല്ലാം മാതാവ് നോക്കിക്കോളും. ദൈവത്തിന് നന്ദി.